നിലവിൽ ഈ സമരം ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ചാണല്ലോ. അപ്പോൾ നിലവിലിപ്പോൾ ആ റോഡിന്റെ പണി വീണ്ടും പുനരാരംഭിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ സമരം ശരിക്കും ആവശ്യമായിരുന്നോ? അത് ഒരു ചോദ്യമാണ്. ആ പണി ഒന്ന് കാണിച്ചു തന്നാൽ, അതായത് ഒരു പണി നടക്കാന്ന് പറഞ്ഞാൽ കൂടെ പണിയൊന്നും നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രതിനിധികൾ തന്നെ BJP പ്രതിനിധി ചോദിക്കേണ്ടായി, ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരണം, എത്ര പേര് പണിയെടുക്കേണ്ടത് പറ്റും? 3 ആൾ പണിയെടുക്കേണ്ടത്. നിലവിൽ റോഡിന്റെ ലെവലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതുകൊണ്ട് ആ കുഴിയിലെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ജനങ്ങൾക്ക് ആവശ്യം എന്താ? ജനങ്ങൾക്ക് നേരെ യാത്രയാണ്. അവർ കുഴി തോർത്തോ, ആ റോഡ് നന്നാവണം. ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ കുഴി തോർത്തുകൊണ്ട് മാത്രമായില്ല, നല്ല മഴ പെയ്താൽ എവിടെയാണോ റോഡ് പണിയെടുത്ത് അവിടെ മുഴുവൻ തകരുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റപ്പാലം സൈഡിലേക്ക് ഒന്നുകൂടെ നോക്കിയാൽ വരോട് മുതൽ തോട്ടക്കര വരെയുള്ള ഭാഗങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ് നിൽക്കുന്നത്. ഇത് മണ്ണിട്ട് തോർത്താൽ തീരുന്ന പ്രശ്നമല്ല. മാത്രമല്ല അതിന് യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് ഇത് എന്നാണ് ഇവർ പണി പൂർത്തിയാക്കുക? ഈ വലിയ കുഴി തോർക്കാം. ഞങ്ങൾ കുഴി തോർക്കലല്ല ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ റോഡ് പണി പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നു. കുഴി തോർക്കാൻ അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ ദിവസം എത്രയായി? 11 ഇനി ഒരു 10-20 ദിവസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് എവിടെയാണ് ടാറിങ് നടത്താൻ പറ്റും? ഇത് മനുഷ്യന്മാരെ കബളിപ്പിക്കുക. കാരണം ഒരു കുഴി തോർത്താൽ അവിടെ നിന്ന് തന്നെ ടാർ ചെയ്യാൻ പറ്റില്ല. അതിന് വീണ്ടും കുറേ വർക്കുകളുണ്ട്. ആ വർക്കുകൾ അവിടെ നടക്കുന്നില്ല. ഇപ്പം ആകെ ചെയ്യുന്ന കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുപോയി ചില കുഴികൾ തോർത്തുന്നു എന്നുള്ളത് ശരിയാണ്. ഞങ്ങളുടെ ആവശ്യം കുഴി തോർക്കുക എന്നുള്ളതല്ല, ഞങ്ങളുടെ ആവശ്യം റോഡ് പണി പൂർത്തീകരിക്കുക എന്നുള്ളത്. ആ ആവശ്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 1 മാസമായി സമരത്തിലുണ്ട്. ഇന്ന് വ്യത്യസ്തമായ സമരമായിട്ട് യുവമോർച്ച പറഞ്ഞിട്ടുണ്ട്. ഈ പണി അവർ പൂർത്തീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ അവർ തുടങ്ങിയില്ല എന്ന് വയ്ക്കുക. നിങ്ങളുടെ വാദഗതി മാധ്യമങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അതെ, ആ പറഞ്ഞ കാര്യം തന്നെ MLA വേറെയും പറഞ്ഞു, എന്നെന്തിനാ ക്രൂശിക്കുന്നത്, ഗവൺമെന്റ് അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഗവൺമെന്റാണ് കഴിഞ്ഞ തവണ ഭരിച്ചിരുന്നത്. ആ സമയത്താണ് ഈ റോഡ് പണി ഒന്നുമില്ലാതെ കിടന്നത്. അപ്പോൾ ഗവൺമെന്റ് ആരുടെയാണോ MLA ഏതാണോ എന്നുള്ള വിഷയമല്ല. ഈ പണി പൂർത്തീകരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടാവണം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ MLA പറഞ്ഞത് ഞാനത് കേട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. MLA പറഞ്ഞത് കറക്റ്റാണെങ്കിൽ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ആ പണി ടാറിങ് തുടങ്ങാൻ, ഞാൻ പൂർത്തീകരിക്കാന്ന് പറഞ്ഞില്ല, കാരണം ഒറ്റ ദിവസം കൊണ്ടാവുന്ന കാര്യമല്ല, തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ MLA രാജിവെക്കാൻ തയ്യാറുണ്ട്. ജനങ്ങളുടെ മുന്നിൽ MLA പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ തയ്യാറുണ്ടോ? സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ടാറിങ് തുടങ്ങിയില്ലെങ്കിൽ MLA രാജിവെക്കുമോ? അതിന് മറുപടി പറയാൻ MLA കഴിഞ്ഞ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് രാജിവെക്കുക എന്നുള്ളതല്ലോ. ഇപ്പൊ ഈ ചെർപ്പളശ്ശേരി നഗരസഭയിലെ ടാറിങ് പ്രവർത്തനമായി അല്ലെങ്കിൽ നഗര നവീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടുപോയിട്ടും ഇപ്പോൾ സുന്ദരമായിട്ടുള്ള ഒരു ചെർപ്പളശ്ശേരിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാത്തിനും കാലതാമസം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ പറയുന്നത് ഈ യാത്രയ്ക്ക് ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ് ചെർപ്പളശ്ശേരി മാത്രമല്ല, മലപ്പുറം ജില്ലയ്ക്ക് പോകുന്ന റോഡാണ്. അത് വലിയ പ്രാധാന്യം ഉള്ളതാണ്. സത്യത്തിൽ ഇതിൽ 2 MLA-മാരുടെ അനാസ്ഥയാണ്. MLA-മാർ ശരിയായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ഷന് മുന്നേ തന്നെ ആ പണി പൂർത്തീകരിക്കുമായിരുന്നു. അപ്പോൾ അവർക്കിത് എന്തായാലും CPM-ന് ആളുകൾ വോട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, അവർക്ക് ബാക്കി കുറേ ഉദ്ഘാടനങ്ങളും അതേപോലെ ജനങ്ങളെ കബളിപ്പിക്കലായിട്ട് അവർ നടത്താൽ മതി. എനിക്ക് പറഞ്ഞാൽ ഒറ്റപ്പാലവുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ ഒറ്റപ്പാലത്തു നിന്നുള്ള മണ്ണാർക്കാട് റോഡും ഇതേ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MLA-മാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല. അപ്പോൾ സുന്ദരമായതൊരു 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 വർഷം കഴിഞ്ഞിട്ട് സുന്ദരമായ റോഡ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ റോഡ് കിട്ടേണ്ടത് അത് സമയം വൈകാതെ തന്നെ ചെയ്യാൻ കഴിയും. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.